എന്താണ് കൊളസ്ട്രോൾ എന്ന് പറയുന്നത്? അതുപോലെ നല്ല കൊളസ്ട്രോളും ചീത്ത കൊളസ്ട്രോളും ഉണ്ടല്ലോ, അവ ഏതൊക്കെയാണ്? അതെ, അപ്പൊ ശരിക്കും പറഞ്ഞാൽ കൊളസ്ട്രോൾ ഒരു വില്ലനോ അല്ല, കൊളസ്ട്രോൾ ഒരു ചീത്തയ ഒരു വിഷയമല്ല. നമ്മുടെ സ്വന്തം ദേഹത്തിൽ അത് ഉണ്ടാക്കുന്ന ഒരു സബ്സ്റ്റൻസ് ആണ്. നമ്മുടെ സാധാരണമായ നമ്മുടെ ഡെയിലി നമ്മുടെ ആക്ടിവിറ്റീസിന് ആവശ്യമുള്ള ഹോർമോൺസും പിന്നെ നമ്മുടെ സെൽസും സാധാരണ രീതിക്ക് പ്രവർത്തിക്കാൻ തന്നെ കൊളസ്ട്രോളിന്റെ ആവശ്യമുണ്ട്. അതായത് നമ്മുടെ സെൽസിന്റെ സ്ട്രക്ചറും ഫങ്ഷൻ എല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്ന കൊളസ്ട്രോൾ തന്നെയാണ്. അതായത് ആണുങ്ങളിൽ ടെസ്റ്റോസ്റ്റിറോൺ, സ്ത്രീകളിൽ ഈസ്ട്രജൻ, ഇത്രത്തോളം ഇമ്പോർട്ടന്റ് ആയ ഹോർമോൺസ് എല്ലാം നമ്മുടെ കൊളസ്ട്രോൾ തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ കൊളസ്ട്രോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും ലിവറിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സബ്സ്റ്റൻസ് ആണ്. പക്ഷെ അതിന്റെ ബാലൻസ് തെറ്റുമ്പോഴാണ് ചില ആൾക്കാർക്ക് ഈ കൊളസ്ട്രോൾ അസുഖമായി മാറുന്നത്. അപ്പൊ കൊളസ്ട്രോൾ ആസ് സച്ച് ഒരു മോശമായ കാര്യമോ അല്ല, നമുക്ക് ദ്രോഹം ചെയ്യുന്ന ഒരു സബ്സ്റ്റൻസ് അല്ല. പക്ഷെ അതിന്റെ ബാലൻസ് തെറ്റുമ്പോഴാണ് പ്രശ്നം വരുന്നത്. കൊളസ്ട്രോളിൽ തന്നെ നിറയെ തരം വേരിയൻസ് ഉണ്ട്. അപ്പൊ അതിൽ ഈ ചീത്ത കൊളസ്ട്രോൾ എന്ന് പറഞ്ഞു പെടുന്നത് LDL കൊളസ്ട്രോൾ ആണ്. ഈ കൊളസ്ട്രോൾ ആണ് നമ്മുടെ രക്തക്കൊഴലിന്റെ ഭിത്തികളിലൊക്കെ പോയി അടിഞ്ഞു കയറുന്ന കൊളസ്ട്രോൾ LDL കൊളസ്ട്രോൾ ആണ്. അതേപോലെ നമ്മുടെ HDL കൊളസ്ട്രോൾ ആണ് നമ്മൾ ഗുഡ് കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. അതായത് ഈ രക്തക്കൊഴലിൽ അടിഞ്ഞു കിടക്കുന്ന ഈ കൊളസ്ട്രോൾ എല്ലാം റീസൈക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ രക്തക്കൊഴലിൽ നിന്ന് ലിവറിലോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സബ്സ്റ്റൻസ് ആണ് HDL കൊളസ്ട്രോൾ. അതേപോലെ നമ്മുടെ ട്രൈഗ്ലിസറൈഡ് ഉണ്ട്. ചില ആൾക്കാർക്ക് ഈ LDL HDL ഇതെല്ലാം നോർമൽ ആയിരിക്കും, പക്ഷെ എന്നാലും കൊളസ്ട്രോൾ ഉണ്ട്. അതായത് ഹൃദയരോഗം വരാനുള്ള സാധ്യത കൂടുതലാണെന്ന് പറയാറുണ്ട്. അപ്പൊ ഈ പേഷ്യൻസിന് നമ്മൾ നോക്കേണ്ടത് ട്രൈഗ്ലിസറൈഡ്സ് ആണ്. ട്രൈഗ്ലിസറൈഡ്സ് നമ്മുടെ ഭക്ഷണവും നമ്മുടെ ഭക്ഷണ രീതികൾ അനുസരിച്ചിട്ടൊക്കെ കൂടും കുറയും ചെയ്യും. പക്ഷെ എന്നാലും ഭയങ്കര 400 800 ഭയങ്കര ഹൈ ലിമിറ്റ് ഒക്കെ ആണെങ്കിൽ ട്രൈഗ്ലിസറൈഡ് നമ്മുടെ ദേഹത്തിനും ഹൃദയത്തിനും ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇതാണ് നമ്മൾ മെയിൻ കൊളസ്ട്രോളിന്റെ ടൈപ്സും അതിന്റെ നമ്മുടെ ദേഹത്തിലുള്ള എഫക്റ്റും. ഡോക്ടർ ഇപ്പോൾ പറഞ്ഞല്ലോ ഈ കൊളസ്ട്രോൾ ഹൃദ്രോഗത്തിലേക്ക് നയിക്കുന്നുണ്ട്. അത് ഏത് സാഹചര്യത്തിലാണ് ഈ കൊളസ്ട്രോൾ ഹൃദ്രോഗത്തിലേക്ക് നയിക്കുന്നത്? അതെ, അപ്പൊ പൊതുവെ നമ്മുടെ കൊളസ്ട്രോള് നമ്മുടെ എത്ര കാലം നമുക്ക് കൊളസ്ട്രോൾ കൂടിയിരിക്കുന്നു എന്നനുസരിച്ചിരിക്കും. അതായത് നമ്മൾ കുറേ വർഷങ്ങളായിട്ട് നമ്മുടെ ദേഹത്തിൽ കൊളസ്ട്രോൾ കൂടുതലാണ്, നമ്മുടെ ഡയറ്റും നമ്മുടെ എക്സസൈസോ നമ്മുടെ ജീവിതശൈലി രീതികളൊന്നും ശരിയല്ലെങ്കിൽ ഈ കൊളസ്ട്രോൾ പോയി നമ്മുടെ സൈലന്റ് ആയിട്ട് നമ്മുടെ രക്തക്കൊഴലിൽ ഭിത്തിയിൽ അടിഞ്ഞു തുടങ്ങും. ആ സ്റ്റേജിലൊക്കെ ചിലപ്പോൾ സൈലന്റ് ആയിട്ടായിരിക്കും, അത്രോസ്ക്ലിറോസിസ് എന്ന് പറയും. അതായത് സൈലന്റ് സ്റ്റേജ് ആണ്. ആ സമയത്ത് പേഷ്യന്റിന് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവണമെന്നൊന്നും ഇല്ല, കുറെ വർഷം സൈലന്റ് ആയി ഒരു കുഴപ്പമില്ലാത്ത രീതിക്ക് പോകും. പക്ഷെ ഈ കൊളസ്ട്രോൾ ഏതെങ്കിലും ഒരു ദിവസം നമ്മുടെ എന്തെങ്കിലും റിസ്ക് ഫാക്ടേഴ്സ് കൂടിയോ അല്ല എന്തെങ്കിലും ഒരു വേറെ ഒരു അഡീഷണൽ ഫാക്ടറും കൂടി കൂടിയിട്ട് അതിന്റെ കൂടെ ചിലപ്പോൾ ഈ കൊളസ്ട്രോൾ പൊട്ടാനോ അവിടെ ഒരു മുറിവ് വരാനോ സാധ്യതയുണ്ട്. അന്നേരമാണ് ഈ അടിഞ്ഞ കൊളസ്ട്രോൾ അറ്റാക്ക് ആയി മാറുന്നത്. അപ്പൊ കുറെ കാലം സൈലന്റ് ആയിരിക്കും, 10 വർഷം 12 20 വർഷത്തോളം സൈലന്റ് ആയിരിക്കാൻ സാധ്യതയുണ്ട്. അതിനുശേഷം ചിലപ്പോൾ സഡൻ ആയിട്ടായിരിക്കും അറ്റാക്കായി മാറുന്നത്. ചില ആൾക്കാരിൽ ഇത് ഇടിഞ്ഞു കിടന്ന് കുറെ സ്റ്റേജ് ഒരു 90% ബ്ലോക്ക് ആയി വരുമ്പോൾ ചിലപ്പോൾ അവർക്ക് വെറുതെ ഇരിക്കുന്ന സമയത്തോ അല്ല ചെറിയ ജോലി ചെയ്യുമ്പോൾ തന്നെ നെഞ്ചുവേദനയോ കിതപ്പോ വരാൻ സാധ്യതയുണ്ട്.